അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന 10ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ്. അങ്ങനെ 10 നോമ്പ് മക്കളെ ഇന്നത്തോടെ നമ്മളോട് വിട പറഞ്ഞു. 10ാമത്തെ നോമ്പ് പണ്ടൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ പറഞ്ഞിരുന്നു 10 നോമ്പ് കഴിഞ്ഞാൽ കുട്ടികളെ നോമ്പ് കഴിഞ്ഞു എന്നുള്ളത്. ഇന്നിപ്പോൾ ആരും അങ്ങനെ പറയില്ലല്ലോ, നമ്മൾ കുട്ടിയല്ലല്ലോ കുട്ടികൾ. ഞാൻ ചെറിയതാകുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അധികം. അപ്പോൾ അവിടുന്ന് 10 നോമ്പായ പറയും കുട്ടികളെ നോമ്പ് കഴിഞ്ഞു, നിങ്ങളെ നോമ്പൊന്നും ഇല്ല എന്നറിയട്ടോ. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വലിയവരായില്ലേ, അപ്പോൾ എല്ലാവർക്കും നോമ്പ് തന്നെയല്ലേ. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക വെച്ചാൽ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഞങ്ങൾക്ക് ചെറിയൊരു നോമ്പ് തുറയുണ്ട് കേട്ടോ. ചെറുത് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോള് വരുന്നുണ്ട്. ഓളിവിടെ എവിടെയെന്ന് കാവന്നൂർ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ് നേഴ്സായിട്ട്. ലാബിൻ്റെതാണോ എന്തോ കറക്റ്റ് അറിയില്ല, അവളോട് ചോദിച്ചിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാൻ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അല്ലറ ചില്ലറ കുറച്ച് പരിപാടികൾ പ്രത്യേകിച്ചുണ്ട്. അപ്പം ഇന്ന് അധികം വീഡിയോ വലിച്ചു നീട്ടിയിട്ട് അങ്ങനെ പോകുന്നൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കാൻ സമയമില്ലല്ലോ, അവിടെ എത്തണ്ടേ. അതിൽ കുറച്ചൊക്കെ ഉമ്മ ഉണ്ടായതുകൊണ്ട് കേട്ടോ, ഉമ്മ ഉണ്ടാവും ഹെൽപ്പ് ചെയ്യാൻ, അതുകൊണ്ടൊരു സമാധാനം. പിന്നെ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ചൂട് ഒട്ടിക്കും. എനിക്കൊക്കെ നല്ലോണം ചൂടിൻ്റെ ശക്തി എന്താ അറിയുക, അതിലെല്ലാം ചൂടിങ്ങിട്ട് നിറയെ പൊന്തിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. രാത്രി ആയാലും വീട്ടിൽ ഓടിട്ട ഭാഗത്താകുമ്പോൾ പിന്നെ നല്ല കറക്റ്റ് നല്ല തണുപ്പുണ്ടാവും. വാർപ്പിൻ്റെ സൈഡിൽ കിടക്കുമ്പോൾ കഫ്കെട്ടിന് സമാധാനമുണ്ട്, പക്ഷേ ചൂട് നല്ലോണം പൊട്ടുന്നതാണ്. എന്നാലും വേണ്ടില്ല, കഫ്കെട്ട് അങ്ങ് വിട്ടൊഴിഞ്ഞ് പോകല് കുട്ടികൾക്കെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇൻട്രോ ആയിട്ട് പറഞ്ഞു പോകും. എൻ്റെ കാര്യങ്ങളും ഇന്നത്തെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് സൂചിപ്പിച്ചും. ചിലപ്പോൾ തലേന്നത്തെ കാര്യങ്ങളും തലേന്ന് നോമ്പ് തുറക്കുന്ന കാര്യങ്ങളും ഒക്കെ അപ്പോൾ പറയാൻ കൂടിയിട്ടില്ലെങ്കിൽ പിറ്റേന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഉൾപ്പെടുത്തലാണ്. അപ്പോൾ അതും പിന്നെ ഇന്ന് എന്തുണ്ടാക്കുന്നു അതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇടൽ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് വീട്ടിലൊക്കെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ സ്കൂളിൽ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇപ്പോൾ അധിക ദിവസം ഇൻട്രോ എടുത്ത് പോകുന്നത് കേട്ടോ. കാരണം ഇനി അവിടെ ചെന്നാൽ അതിനൊന്നും ഒഴിവുണ്ടാവില്ല, ഒന്ന് സംസാരിക്കാനും ഇതിനൊന്നും ഒഴിവുണ്ടാവില്ല. നേരെ നിസ്കരിച്ചില്ലെങ്കിൽ നേരെ നിസ്കരിക്കുക, കുളിക്കുക, നിസ്കരിക്കുക, അതിന് ശേഷം അടുക്കളയിൽ കയറുക. അതിനങ്ങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിന്ന് കയറുന്ന എപ്പോഴറിയോ, നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ കുട്ടികളെയും കൊണ്ട് നേരെ അങ്ങ് പോകുക. ഹാളിൽ കുറച്ച് നേരം കിടക്കും. പിന്നെ അതെല്ലാം റെസ്റ്റെല്ലാം മാറ്റി നിസ്കാരമെല്ലാം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ കുട്ടി ഇറങ്ങിയതിന് ശേഷം കയറും പിന്നെ ക്ലീനാക്കാൻ വരിക. കാരണം കഴിയൂല, ഭയങ്കര ക്ഷീണമാണ് ഇപ്പോൾ. പിന്നെ വേറെ ഇപ്പോൾ വിശേഷിച്ച് പറയാൻ, നാളെ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ ഇവിടെ എക്സാമാണ്. സ്കൂളിലൊക്കെ എക്സാം തുടങ്ങി. നിച്ചുവിന് എക്സാം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓന് ഇന്നലെ വായിക്കാൻ വല്ലാതെ കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ പിന്നെ നല്ലോണം വായിച്ചിട്ടുണ്ട്. ഇന്നലെ വായിച്ചിട്ടില്ലെങ്കിൽ പക്ഷേ ഞാൻ ബുക്കില്ലാതെ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേനു കേട്ടോ. കാരണം എനിക്ക് അത്രയുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഇപ്പോൾ മാത്സിനോട് വലിയൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല എനിക്ക്. അങ്ങനെ എണ്ണിപ്പോവും. കറക്റ്റ് ഇന്നതാണെന്നില്ല എനിക്കായിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ആകുമ്പോൾ ശരിയാവും. സ്കൂളൊക്കെ പോയിട്ട് 2 മാസം ഞങ്ങൾ രണ്ടാളും ഫ്രീ അല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നും പണിയില്ലല്ലോ, പഠിക്കില്ലാതെ ശരിയാവുമായിരിക്കും. പിന്നെ ഇപ്പോൾ പറയാനുള്ളത്, അങ്ങനെ നാളെ ഇവിടെയും തന്നെ എൻ്റെ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെ സ്കൂൾ പൂട്ടി. ഇനി മക്കളെ ബോറടിച്ചിരിക്കൂല. ഞാൻ യൂട്യൂബിൽ അങ്ങ് യുദ്ധം ചെയ്യുക, അല്ലാതെ എന്ത് ചെയ്യാനാണ്. ഞാൻ 2 മാസം കുട്ടികളില്ലാതൊന്നും കഴിയൂല. ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ വേറെ രസമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ലോകം, നമുക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിലാണ് മുഴുകും. അത് ചെറിയ കുട്ടികളും കൂടി ആകുമ്പോൾ ഓരോ കുറ്റങ്ങളും പരിഭവങ്ങളും അവരും കൊണ്ടില്ല അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളും വേറെ ഒരു ചുറ്റുപാട് നമുക്കില്ലല്ലോ. വലിയ സ്കൂളൊക്കെ ആണെങ്കിൽ പാഠം തീർക്കണം, സിലബസ് തീർക്കണം, അങ്ങനെ ഇങ്ങനെയുള്ള ബേജാറായിരിക്കും. ഇവിടെ അങ്ങനത്തെ ഒരു ബേജാറേ വേണ്ട നമുക്ക്. സ്കൂളിലാകുമ്പോൾ നല്ല കുറച്ച് നമ്മൾ
4 വയസ്സല്ലേ പ്രായം, കുരുത്തക്കേടിൻ്റെ പ്രായമായിരിക്കും. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഓരോട് ചിരിച്ചിട്ടും കളിച്ചിട്ട് ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറഞ്ഞിട്ടൊക്കെ ആയിട്ടാണ്ട് ഒതുക്കിയിരുത്തണം. അത്ര റിസ്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നല്ല സ്നേഹമല്ല മക്കളാക്കാർ. എത്ര ചീത്ത പറഞ്ഞാലും പിന്നെ അതങ്ങ് മറക്കും. പിന്നെ നമ്മളോട് അടുത്തേക്ക് വന്നിട്ട് നല്ല കിന്നേരം കളിയായിരിക്കും. എന്തായാലും സമാധാനമായിരുന്നു സ്കൂൾ തുറന്നിട്ട്. ഞാനൊക്കെ പ്രസവിച്ച് നടന്നിട്ട് 6 മാസം റബ്ബേ എന്താ സ്കൂൾ തുറക്കുന്നു, പോയി കിട്ടിയാൽ മതി സ്കൂൾക്ക് എന്നതിന്. കാരണം എനിക്ക് ഉള്ളിലിരുന്നിട്ട് യാതൊരു ശീലമില്ല. ഞാൻ പഠിക്കുന്ന കാലം തൊട്ടിട്ട് 1ാം ക്ലാസ് മുതൽ പോയിട്ട് ഇന്നും വരെ പോയോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. പകുതി വെച്ച് നിർത്തുക, വീട്ടിലിരിക്കുക, അങ്ങനെയൊന്നും ചെയ്തില്ല. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷം തോന്നുന്നു, 2017 കല്യാണം കഴിഞ്ഞ് അങ്ങനെ 18, 19 ആയപ്പോൾ ജോലി കയറി. 2 വർഷം മാത്രം ഇത്. അതിലെ 2 വർഷം ഗൾഫിൽ അവിടെ ഇവിടേക്ക് ഇങ്ങനെ പോയി ചുറ്റിക്കറങ്ങി വന്നതുകൊണ്ട് പിന്നെ അത്ര ബോറടി തോന്നിയില്ല. പിന്നെ വീട്ടിലൊക്കെ ആ സമയമൊക്കെ ആയതുകൊണ്ട് പിന്നെ 2019 പിന്നെ കൊറോണ കാലഘട്ടം. ആ ഒരു ഇതും കൂടി തന്നെയുള്ളൂ ബോറടിച്ചിരുന്നിട്ട്. വേറെ ഒരു ഇതിൽ ഫ്രീ ആയിട്ട് ഇരുന്നിട്ടില്ല. അതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന കാര്യം ബോറാണ്. എനിക്കിഷ്ടമല്ല ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ആളിൻ്റെ അടുത്ത് എൻ്റെ പേരിലൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ എനിക്ക് ഒറ്റയ്ക്കാവുന്നത് തീരെ ഇഷ്ടമല്ല. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വലിച്ചു നീട്ടി പോകുന്നില്ല. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് വേണം, കുറേ പണിയുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വീഡിയോസുകൾ കാണാം കേട്ടോ. ഓക്കെ, ബായ്, അസ്സലാമലൈക്കും. അവിടുന്ന് കാണാം ബാക്കി. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പെരിന്തൽമണ്ണ തീക്കാൻ്റെ വണ്ടിയും വന്നിട്ടോ. നമ്മൾ അതിൽ കയറിയിട്ട് ഇങ്ങനെ പോവുകയാണേ. അപ്പോൾ ഇനി കുറേ സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. ഞങ്ങൾക്ക് പത്തിരി വാങ്ങണം, അതേപോലെ ഫ്രൂട്ട്സ് വാങ്ങണം. അപ്പോൾ ഞാനതെല്ലാം ഞങ്ങൾ രണ്ടാളും അങ്ങനത്തെ എവിടുന്നാ വാങ്ങേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തീരുമാനിച്ച് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ ഇനിയിപ്പോൾ ഒന്ന് ബ്ലോക്ക് ആവുമോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ബ്ലോക്ക് കാരണം പൂരമാണ് കേട്ടോ. അവിടെ 11 പൂരമുണ്ട്. അതിൽ ഇന്നിപ്പോൾ 6 or 5 ആയിട്ടാണ് ആണ് തോന്നുന്നുണ്ട്. ഇന്ന് രാവിലെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. സ്കൂൾക്ക് പോയപ്പോൾ കുറേ ലേറ്റായി. അതുകൊണ്ട് ബസ്സൊന്നും സ്റ്റാൻഡിലേക്കൊന്നും പോയില്ല. വൈക്കിറങ്ങിക്കാണ്ട് പിന്നെ വേറെ ബസ്സിന് കയറിയിട്ടൊക്കെ പോയത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം മേൽപ്പാലത്തുമ്മക്ക് കയറിയിട്ടോ. ഇവിടെയൊക്കെയാണ് എന്നും ബ്ലോക്ക് ഉണ്ടാവല്. ഇവിടുന്ന് ഈ അമ്പലപ്പടി മേലെ വരെ എന്നും എപ്പോൾ ഏത് സമയത്തും ബ്ലോക്കായിരിക്കും. ഇതുവരെ ഞങ്ങൾ കരുതിയിരുന്ന ട്രെയിന് പോകാനുള്ളതുകൊണ്ട് അടച്ചിടുന്നതുകൊണ്ട് ബ്ലോക്ക് ആവുന്നതാണ്. പക്ഷേ ട്രെയിൻ ഇപ്പോൾ താഴെ കൂടി അങ്ങ് പോകും. പക്ഷേ എന്നാൽ ഈ പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ബ്ലോക്ക് ആവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഇതിന് താഴത്തേക്ക് നോക്കിയാൽ അമ്പലക്കുളം കാണും കേട്ടോ. ഇവിടെ ഉണ്ടാകും കുറേ ആൾക്കാരൊക്കെ. നല്ല വെള്ളമാണ് കേട്ടോ അതിൽ. ഈ ഭാഗത്തുണ്ടോ ഒന്ന് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തുണ്ട് കേട്ടോ ഒരു കുളം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരും കാര്യങ്ങളും പൂരമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഇനി നമുക്ക് പോകുമ്പോൾ എന്തൊക്കെ വാങ്ങണമെന്ന് അറിയാം. ഫ്രൂട്ട്സ് വാങ്ങാനുണ്ട്, പത്തിരി വാങ്ങാനുണ്ട്, കുറച്ച് പായം, അങ്ങനത്തെ സംഭവങ്ങളോ പൊരിക്കാനുള്ളതും. പൊരിക്കടി പിന്നെ നമ്മളവിടെ ഉണ്ടാക്കണം കേട്ടോ വീട്ടിൽ. എല്ലാം വാങ്ങണമെന്നില്ല. പൊരിക്കടിയൊക്കെ വാങ്ങാനിപ്പോൾ ഭയങ്കര വിലയാണ്. ഒരു സമൂസക്കൊക്കെ 8 രൂപയാണ്. അപ്പോൾ നമുക്ക് ഓല വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മാനോട് നിങ്ങൾ മസാല ഉണ്ടാക്കി വെക്കൊണ്ടു, ഞാൻ വന്നിട്ട് ഉണ്ടാക്കിക്കൊള്ളാം പൊരിയൊക്കെ. അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ ഉമ്മ ഉണ്ടാക്കി വെക്കും കേട്ടോ. പിന്നെ അപ്പോൾ തികയാത്ത പിന്നെ എന്തെങ്കിലും വേണമെങ്കിൽ സാധനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കുക ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇക്കയുണ്ടല്ലോ, അതുകൊണ്ട് നല്ല സഹായമായി. പോരുമ്പോൾ കുട്ടീനെ എടുക്കാനും പിന്നെ ഓളും വന്നിക്കല്ലോ. നമ്മളെ നോമ്പ് തുറക്ക് വിളിച്ച കുട്ടി ഉണ്ടല്ലോ, വിളിച്ചാൽ ഓള് വന്നേന്ന് വിളിച്ചും ചെയ്ത്. ഞാൻ അതിൻ്റെ മുന്നേ ഓളോട് വരാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ലീവൊന്നും കിട്ടൂല എന്നെല്ലാം പറഞ്ഞു കേട്ടോ. പിന്നെ ഓള് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷമായി വന്നപ്പോൾ. ഓൾ ഇത്രയും കാലം ഓള് വയനാട്ടിലാണ് ഓലെ വീട്. ഓളിവിടെ വർക്ക് ചെയ്യാണ് കേട്ടോ, കാവന്നൂർ യാസ്മിൻ എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൽ. അപ്പോൾ പിന്നെ ഓള് വരികയാണെന്നപ്പോൾ ഒരു സന്തോഷം. ഇത്രയും അടുത്തുണ്ടായിട്ട് ഇതുവരെ വന്നില്ല എന്നപ്പോൾ എന്തോ പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വരികയാണെന്നപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ടോ. അങ്ങനെ ഇന്ന് നമുക്ക് നല്ല ഫുഡെല്ലാം റെഡിയാക്കാം, നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി ഒക്കെ പ്രിപ്പയർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ടോ. നമ്മൾ ഇതാ അമ്പലപ്പടീൻ്റെ അവിടെ എത്താനായിട്ടോ. ഇവിടെയാണ് പൂരത്തിൻ്റെ. ഞങ്ങളൊക്കെ വന്നിന്, ഞങ്ങൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഞങ്ങളൊക്കെ വന്നിന് ആനയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ചെറുതായിട്ടൊരു ഓർമ്മ. നടന്നിട്ട് കേട്ടോ പോന്നീന്, അങ്ങനെ ബസ്സിനൊന്നുമല്ല, നടന്നിട്ട് പോന്നീന്. പതിനധികം ഇങ്ങനെ നടന്ന് പോന്നീനൊക്കെ. അപ്പോൾ കൂട്ടുകാരങ്ങൾക്കൊക്കെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അതിനിപ്പോൾ നമ്മൾ കറക്റ്റ് അമ്പലപ്പടിക്ക് എത്തിയിട്ടോ.
അതിൻ്റെ കുറച്ചൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗത്തേക്കൊക്കെ ഞാൻ പോയിട്ട് പിന്നെ പൂരത്തിന് പിന്നെ രാത്രിയല്ലേ പുറത്തു കൂടെ എല്ലാം പോയിട്ട് കറക്റ്റ് നിങ്ങൾ പോരുകയല്ലേ ചെയ്യുക. അങ്ങനെ ഇനിയിപ്പോൾ മേലെ എത്തിയിട്ട് വേണം നല്ലൊരു ഫ്രൂട്ട്സും കട നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് എവിടെ നല്ല കടയുള്ള അവിടെ ഇറങ്ങി നിർത്തിയിട്ട് വാങ്ങാമെന്നെല്ലാം പറഞ്ഞിട്ടോ. അപ്പോൾ എന്നെല്ലാം പറഞ്ഞു എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങണ്ടേന്നൊക്കെ നോക്കി വെച്ചോ എഴുതി വെച്ചോ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ എഴുതി വെച്ചോന്നാവില്ല. അപ്പോൾ കാണുന്നതായിരിക്കും എൻ്റെ മനസ്സിലുണ്ടാവുക. അത് വാങ്ങാം ഇത് വാങ്ങാം എന്നെല്ലാം പറയാം. അപ്പോൾ ഇക്കറിയാം എനിക്ക് എഴുതി വെച്ചൂടെ എന്നെല്ലാം ചോദിക്കുക എന്നോട് കേട്ടോ. ഫ്രൂട്ട്സ് നല്ല എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും കാരണം അപ്പോൾ പിന്നെ കരുതിയതാവില്ല പിന്നെ വാങ്ങിപ്പോരുക. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അറിയുന്നത്. പിന്നെ വീട്ടിലെത്തിയ കട അത് വാങ്ങില്ല. അങ്ങനെ ഞങ്ങൾ ഈ ഫ്രൂട്ട്സും കട കണ്ടപ്പോൾ കാരണം നമുക്ക് ഇവിടെ നിർത്തുക എന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കാണുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ആപ്പിളുണ്ട്, അതുപോലെ ഓറഞ്ച്, അനാറ്, അങ്ങനെ തോനെയൊന്നും വേണ്ട 2 ആപ്പിൾ മതി. നമുക്ക് 2 ദിവസം കൂടുമ്പോൾ വാങ്ങിയാലും മതിയല്ലോ സാധനങ്ങൾ. ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഫ്രൂട്ട്സിനൊക്കെ എന്താ വില എന്നോ. മുന്തിരിക്ക് എത്ര 80 പച്ചമുന്തിരിക്ക്. അങ്ങനെ എല്ലാത്തിനും വില ഉണ്ട്. ഫ്രൂട്ട്സ് ഇപ്പോൾ ഈ നോമ്പിന് എല്ലാവരും ഫ്രൂട്ട്സ് എല്ലാം അധികം കഴിക്കുക. അതാണ് ഇങ്ങനെ വില കൂടിയിരിക്കുന്നത്. എന്നാലിപ്പോൾ നമുക്ക് നോമ്പ് തറാന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സും പൊരി അതൊക്കെ എല്ലാം ഉൾപ്പെടുത്തുമ്പോൾ അതിന് നല്ലൊരു ഇതാണല്ലോ, രസമാണ്. അത് തോന്നിങ്ങനെ സാധനങ്ങൾ കാണാൻ എനിക്കിഷ്ടമാണ്. എന്നാലും വലിയ ആർഭാടമൊന്നുമില്ല കേട്ടോ. കഴിച്ചാൽ അങ്ങനെ ഞങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ഉമ്മ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. പിന്നെ ഇത് എനിക്ക് സമൂസ ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ഞാൻ സമൂസേൻ്റെ ഓല രാവിലെ എക്കാനെ കൊണ്ടുവച്ചിരുന്നു. കുറേ കാലം അതിനല്ല കഴിഞ്ഞ നോമ്പിന് ഉണ്ടാക്കിയത് സമൂസ. അപ്പോൾ ഇനിയിപ്പോൾ മടക്കൊക്കെ ഒന്ന് റെഡിയായി വരണം എന്നാണ്. ഫസ്റ്റ് മടക്കിയൊന്നും റെഡിയായില്ല കേട്ടോ. കുറേ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റ് ആയി കിട്ടണമെങ്കിൽ ഒരു 4-5 എണ്ണം ഉണ്ടാക്കണം ഫിനിഷിങ് വരണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ പാത്രസ് മിച്ചുവിൻ്റെ അടുത്തിരിക്കുന്ന കേട്ടോ. ഓൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം കളിക്കാൻ അല്ലെങ്കിൽ തിന്നാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കണം. എന്നാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നിച്ചുമോൻ ഇതഞ്ഞ് ഓന് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞാൽ ഓന് ഞാൻ വന്നു കഴിഞ്ഞാൽ ഓനിക്ക് തിരക്കായിരിക്കും. അത് വേണമ്മ ഇത് വേണമ്മ എന്നെല്ലാം പറഞ്ഞു കാണും. അപ്പോൾ ഓൻ്റെ അടുത്ത് എന്നിട്ട് ഫോൺ അതാണ് ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓനോട് വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഓന് ഫോൺ വാങ്ങി പിടിച്ചത്. ഓൻ പിടിച്ചാലൊന്നും ഇപ്പോൾ റെഡി ആവില്ലല്ലോ. അങ്ങനെ ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ കരുതിയിട്ടോ. ബ്രെഡ് കുറച്ചെടുത്തിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടീനല്ലോ വാട്ടാനിട്ടീന്. അതിന് ശേഷം ഞാൻ ബ്രെഡ് പരത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ബ്രെഡ് പരത്തിയിട്ട് ഇതിൽ നമ്മളെ സമൂസേൻ്റെ മസാല തന്നെ ഇതിലും ആക്കുന്നത് കേട്ടോ. ആ മസാല ആക്കിയിട്ട് മടക്കിയിട്ട് ഒട്ടിച്ചാൽ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് മൈദ എടുത്തിട്ട് ഏതായാലും മൈദ സമൂസക്ക് ഒട്ടിച്ചാൻ വേണ്ടിയിട്ട് കലക്കം ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതിനും ഇതന്നെ ആയിക്കോട്ടെ ഇറങ്ങാണ്ട് സ്കൂളിൽ തന്നിട്ട് അയച്ചിട്ടിട്ടില്ല കേട്ടോ ഒന്ന്. കാരണം ഒന്ന് നല്ല അധിക ദിവസങ്ങൾ ഞാൻ എല്ലാം റെഡി ആയതിന് ശേഷമാണ് അയച്ചിടല് കേട്ടോ. അതാ നേരെ പണിക്ക് നിൽക്കലാണ് കേട്ടോ വീട്ടിൽ. പൊരിക്കടി റെഡിയാക്കാൻ നമ്മളെത്തിൻ്റെ വേണം. അങ്ങനെ ഉമ്മ ഉണ്ടാക്കും കേട്ടോ. ഉമ്മ ഉണ്ടാക്കില്ല. നമ്മ ഇറച്ചിപ്പത്തിലും പിന്നെന്താ അതിനെന്തോ ഒരു മധുരല്ലേ കോഴിയടയൊക്കെ ഉണ്ടാക്കിക്കണം കേട്ടോ. ഉണ്ടാക്കലുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മളിന്ന് സെറ്റ് ചെയ്ത സാധനങ്ങളാണ് കേട്ടോ. ഒന്ന് കോഴിയട, ഒന്ന് ഇറച്ചിപ്പത്തിൽ, ഒന്ന് ചിക്കൻ റോള്, പഴംപൊരി, മുട്ട അരിഞ്ഞ് പൊരിച്ചത്, പിന്നെ ഇപ്പോൾ എന്താ അങ്ങനെ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട്. സമൂസ ഇതെല്ലാം സെറ്റ് ചെയ്തു. അതേപോലെ വറുത്തൊക്കെ ഉണ്ട്, മാങ്ങ ഉണ്ട്, പിന്നെ മുന്തിരി ഉണ്ട്, മുസമ്പി ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്. പക്ഷേ ചെത്തിയിടാൻ മറന്നു പോയി കൂട്ടുകാരെ. എന്താ അപ്പോൾ ചെയ്യുക, ഒക്കെപ്പാടെ അത് എത്തേണ്ടത്. ഇത് എപ്പോഴാണ് അറിയാം, ഞങ്ങൾ പെരയിലെത്തണം 5:15, ബാങ്ക് 6:30. ഇതിൻ്റെ ഇടയിൽ ഇത് ഉണ്ടാക്കണം, പൊരിച്ചണം, ഇതെല്ലാം കഴിഞ്ഞു. എന്നാലും മാഷാ അല്ലാഹ് എത്ര പെട്ടെന്ന് കഴിഞ്ഞു. അല്ലെങ്കിൽ ഒരു ഉച്ചയായാലും നിൽക്കുമ്പോഴത്തിന് തന്നെ സമയം അങ്ങ് പറക്കും. അങ്ങനെ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഒരു 9:30-10 മണിയായപ്പോൾ പത്തിരിയും ചിക്കൻ കറിയും കഴിക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.